കട്ട് ചെയ്ത മെയിൻ ക്ലോത്തിൻ്റെ മുകളിൽ ലൈനിങ് വെക്കുക. ലൈനിങ്ങും നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാൻവാസ് ഒന്നും യൂസ് ചെയ്യാതെയാണ് നമ്മൾ നെക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അത് 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് നോച്ചസ് ഇട്ട് കൊടുക്കുക. ഈ സെൻറ്ററിൽ നമ്മൾ വീനക്ക് ആയതുകൊണ്ട് സെൻറ്ററിൽ നോച്ചസ് ഇടാൻ മറക്കരുത്. അപ്പോഴേ നെക്ക് വൃത്തിയായിട്ട് കിട്ടുള്ളൂ. ശേഷം നമ്മൾ ഇത് നല്ല വശത്ത് ഈ ലൈനിങ് മറിച്ചെടുക്കുമ്പോൾ നമുക്ക് നെക്ക്, അപ്പോൾ സിമ്പിളായിട്ട് നെക്ക് ചെയ്യാനുള്ളൊരു മെത്തേഡാണ് കേട്ടോ അത്. അതേപോലെ ബാക്ക് നെക്കും നല്ല ക്ലോത്തിൽ വെച്ചിട്ട് ലൈനിങ് മുകളിൽ വെച്ചിട്ട് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ ആദ്യം നമ്മൾ ഫ്രണ്ട് നെക്ക് ലൈനിങ് വെച്ചിട്ട് മറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ പതിച്ചടി കൊടുക്കുക. നല്ല വശത്ത് നെക്ക് പതിച്ചടി കൊടുക്കുക. ഇനി ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ ബാക്ക് വശത്തിൻ്റെ ലൈനിങ്ങിൻ്റെ ഉള്ളിൽ, കാരണം നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ തയ്യൽ തുമ്പൊന്നും കാണാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നൊരു മെത്തേഡാണിത്. നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെത് കൊടുക്കുന്നത്. നല്ല വശം വെച്ചതിന് ശേഷം ഈ ലൈനിങ്ങിൻ്റെ ഉള്ളിലായിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് ഷോൾഡർ കിട്ടും. മറ്റേ വശവും അതേപോലെ തന്നെ നമ്മൾ ഇത് ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ ആ ഷോൾഡറും അതേപോലെ ചെയ്തെടുക്കുക. ശേഷം നമ്മൾ മറിക്കുമ്പോൾ നമുക്ക് നെക്കും ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും അതേപോലെ ഷോൾഡറും എല്ലാം നമുക്ക് നീറ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഷോൾഡർ മുതൽ ഈ ബാക്ക് നെക്കിനൊക്കെ ഒരു പതിച്ചടി കൊടുത്താൽ കുറച്ചും കൂടി നീറ്റായിട്ട് കിട്ടും. അതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്തും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ആം ഹോളും അതേപോലെ 2 സൈഡും ഫുള്ള് 4 വശത്തും ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും അറ്റാച്ച് ചെയ്യുക. ഇനി സൈഡിലൊക്കെ മാർക്ക് ചെയ്തത് നമ്മൾ ഒന്നുകൂടി ശരിക്കും നോക്കിയിട്ട് സ്ലിറ്റ് വരുന്ന പോയിന്റ് ഒന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി സൈഡ് ജോയിൻ ചെയ്യാണ്. നമ്മൾ 1 ഇഞ്ച് താഴെ ഇപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടില്ല. സ്ലീവ് നമുക്ക് ലാസ്റ്റ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ സൈഡിൽ നമ്മൾ 1 ഇഞ്ച് വിട്ട് താഴത്തേക്ക് ആ ഷേപ്പിൻ്റെ അവിടെ സ്ലിറ്റിന് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻ്റ് അവിടെ കുത്തി നിർത്തി ഒരു കെട്ടിട്ടിട്ട് വേണം നമ്മൾ ഈ തുണി അതുമൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. 2 സൈഡും ഇതേപോലെ തന്നെ ചെയ്തതിന് ശേഷം നമ്മൾ സ്ലിറ്റിന് 1 ഇഞ്ചാണല്ലോ വിട്ടിട്ടുള്ളത്, അത് നമ്മൾ 1/2 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ മടക്കുക. ആദ്യം താഴെ ഭാഗത്തു നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റിച്ചിങ്. ഓപ്പണിൻ്റെ സ്ലിറ്റ് വരുന്ന ഏരിയ താഴേന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മുകൾ ഭാഗത്തേക്കാണ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഈ ഓപ്പണിൻ്റെ നമ്മൾ ആ കീറില്ല ഭാഗത്തുനിന്ന് 1/2 ഇഞ്ച് മുകൾക്ക് കൊടുന്ന് സൂചി അവിടെ കുത്തി നിർത്തിയതിന് ശേഷം തിരിച്ചിട്ട് വേണം ഇപ്പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്യാൻ. ഓപ്പോസിറ്റ് നമ്മൾ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം അവിടെയും സൂചി കുത്തി നിർത്തിയതിന് ശേഷം നമ്മൾ പ്രഷർ ഫൂട്ട് പൊന്തിച്ചിട്ട് നേരെ തിരിച്ച് നേരെ താഴത്തേക്ക് വെച്ചിട്ട്
താഴത്തേക്ക് കൊടുന്നാൽ സ്ലിറ്റ് റെഡിയായി. ഇനി ടോപ്പിൻ്റെ 2 സൈഡും അടിഭാഗം നമ്മൾ അരയിഞ്ച് മടക്കി അടിക്കുക. 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് വിട്ടതുകൊണ്ടാണ് ഞാൻ അരയിഞ്ച് നമ്മൾ മടക്കി അടിക്കുന്നത്. അപ്പോൾ ബോഡി പാർട്ടിൽ ഒരുവിധം കഴിഞ്ഞു. ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി സ്ലീവ് നമ്മൾ ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, അവിടെ നമ്മൾ സ്ലീവിൻ്റെ നോച്ചസ് ഇട്ട അവിടെയും നല്ല വശവും ചേർത്ത് വെക്കുക. എന്നിട്ട് സെൻറ്ററിൽ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരുന്നത്. സെൻറ്റർ ഭാഗത്തു നിന്ന് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ്, പിന്നെ നമ്മൾ സെൻറ്റർ എടുത്തിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡ് പിന്നെ സ്റ്റിച്ച് ചെയ്യണം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ മെഷർമെൻറ്റ് ഒരിക്കലും തെറ്റൂല. നമുക്ക് എക്സ്ട്രാ ഇനി തുണി വരികയാണെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി, പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. സ്ലീവിൻ്റെ താഴ്ഭാഗം ഇനി മടക്കി തയ്ക്കുക. വേണമെങ്കിൽ ലേസൊക്കെ വെക്കാം കേട്ടോ. ഇപ്പോൾ പാകിസ്ഥാനി സ്ലീവിന് നമ്മളൊരു ലേസ് വരുന്നുണ്ട്. എൻ്റെ അടുത്ത് ലേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വെക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ലേസൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. താഴെ മടക്കി അടിച്ചതിന് ശേഷം 2 സ്ലീവും ഒപ്പം വെച്ചിട്ട് സൈഡ് നമ്മൾ 1/2 ഇഞ്ചിൽ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. സ്ലീവ് അവിടുന്ന് ജോയിൻ ചെയ്തിട്ട് ആം ഹോളിൻ്റെ അവിടെ നമ്മൾ 1 ഇഞ്ച് വിട്ടിട്ടാണല്ലോ നമ്മൾ ഷേപ്പ് ചെയ്തിരുന്നത് നേരത്തെ ബോഡി പാർട്ട്. അപ്പോൾ അതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. മറ്റേ സ്ലീവും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഏകദേശം ഈ പാകിസ്ഥാനി ഷോർട്ട് കുർത്തിയുടെ സ്റ്റിച്ചിങ് ഏകദേശം കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ കട്ടിങ് ഞാനിതിൽ ഇടാത്തത് ഞാൻ ഷോർട്ട്സിൽ ഇട്ടതുകൊണ്ടാണ്. ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനത് അപ്ലോഡ് ചെയ്യാം. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാകിസ്ഥാനി ഷോർട്ട് കുർത്തിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ. ചുരിദാർ ചെയ്യുന്ന സെയിം തന്നെയാണ് കേട്ടോ. ഇത് പാകിസ്ഥാനി സ്ലീവ് കുറച്ചൊരു വ്യത്യാസമുണ്ട്, ലെങ്ത്ത് കുറച്ച് കുറയും ടോപ്പിൻ്റെ, അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇതേപോലത്തെ ഒരുപാട് വീഡിയോസിന് വരാനുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.